ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഹാഫിദ് ഓതിയ ആയത്തിൽ സൂചിപ്പിക്കുന്നത് പിശാജ്, ഷൈത്താൻ, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഷൈത്താൻ. മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തന്നെ അല്ലാഹു തആല പിശാചിനെയും കൂടി അയച്ചിരിക്കുകയാണ്. നമ്മളുടെ ഏത് നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് വഴിതെറ്റിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും പിശാച് നടത്തും. നമുക്കൊക്കെ അത് അനുഭവമാണ്. തീരെ ഉറക്കില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നമ്മൾ നിസ്കാരത്തിന്റെ സമയം അടുത്താകുമ്പോൾ നമുക്ക് നല്ല സുഖമുള്ള ഉറക്ക് തരുന്നു, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടത്. സുബഹിന്റെ സമയമാകുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ പിശാച് വന്നിട്ട് പറയും, ഉർക്കുദ് അലൈക്ക ലൈലുൻ തവീൽ, തലോടിക്കൊണ്ടെന്നെ പറയും, ഉറങ്ങിക്കോ, ഇനിയും രാത്രി ഒരുപാടുണ്ട് എന്ന് പിശാച് പറയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ ആ തടവലിന്റെ സുഖം, നല്ല ഉറങ്ങാനുള്ള ആ ഒരു സുഖം അവന്റെ തടവലിലൂടെ അത് രൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഏത് നല്ല ഒരു സംഗതി ചെയ്യുമ്പോഴും പിശാച് വരും. എന്നാ പിന്നെ എന്തിനാണ് അള്ളാഹ് അങ്ങനെ ചെയ്തത്? അത് നമ്മുടെ ഇബാദത്തിന് ക്വാളിറ്റി കൂടണം. മലക്കുകളുടെ ഇബാദത്തിനേക്കാൾ വലുത് നമ്മുടെ ഇബാദത്ത് തന്നെയാണ്. മലക്കുകൾക്ക് പിഴപ്പിക്കാൻ പിശാചില്ല, അവർക്ക് വികാരമില്ല, അവർക്ക് ദേഷ്യമില്ല, അവർക്ക് വിശപ്പില്ല. ഇതൊന്നുമില്ലാതെ ഇബാദത്തിനായിട്ട് പടക്കപ്പെട്ടിട്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗമാണ് മലക്കുകൾ. നമ്മൾ അങ്ങനെയല്ല. ഇത്തരം എല്ലാ വിഷയങ്ങളും തന്ന് നമ്മളെ പഴപ്പിക്കാൻ പിശാചും വന്ന് എന്നിട്ടും ഇബാദത്ത് ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി തേടുമ്പോൾ ആ ഇബാദത്തിന് അള്ളാഹ് വലിയ ക്വാളിറ്റി തരുന്നുണ്ട്. അത് ഇത്തരം വിഷമങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പിശാചിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഷൈത്താൻ ഫത്തഖിദൂഹു അദുവ്വ, ഷൈത്താനെ നിങ്ങളൊരു ശത്രുവായിട്ട് തന്നെ കാണണം എന്ന്. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമു ശൈത്താൻ ഇല്ലാ ഗുറൂറ. യഇദുഹും, ഷൈത്താൻ ഓരോരോ കരാറുകൾ നമ്മളോട് ചെയ്യും. വയുമന്നീഹിം, ജനങ്ങളെ കൊതിപ്പിക്കും ഷൈത്താൻ. വമാ യഇദുഹുമു ശൈത്താൻ ഇല്ലാ ഗുറൂറ, കടുത്ത വഞ്ചനയാണ് അവന്റെ കരാറ് മുഴുവൻ. ഒന്നാമത് പറഞ്ഞത് യഇദുഹും, ജനങ്ങളോട് കരാറ് ചെയ്യുകയാണ്. അതായത് അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, യഇദുക്കുമുൽ ഫഖറ, കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളോട് പറയും, പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളോട് പറയും, കൊടുക്കണ്ട, അത് തീരും, അത് കുറയും, നീ പട്ടിണിയാകും എന്നിങ്ങനെ പറയും. അപ്പൊ പിശാചിന്റെ ഒരു സ്വഭാവമാണ്. അതുപോലെ യുമന്നീഹിം, ഷൈത്താൻ കൊതിപ്പിക്കുക. കഴിഞ്ഞ ദിവസം വന്നിരുന്നു, ലക്ഷക്കണക്കിന് രൂപക്ക് ലോട്ടറി എടുത്ത ഒരാളെ പരിചയപ്പെടുത്തിയിട്ട് 2 ലക്ഷം രൂപയിലധികം അയാള് ലോട്ടറി എടുത്തിട്ടുണ്ട്, ഒന്നും ഇതുവരെ അടിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ അയാളുടെ കഥന പത്രങ്ങൾ എഴുതിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഷൈത്താൻ ഇങ്ങനെ കൊതിപ്പിക്കുകയാണ്. കൊതി മനുഷ്യന് തീരുന്ന ഇതേ ഇല്ല. ലക്ഷങ്ങൾ ഉള്ളവന് കോടി, അങ്ങനെയാണ്. ആയിരങ്ങൾ ഉള്ളവനക്ക് ലക്ഷങ്ങളിലേക്ക് കൊതിപ്പിക്കും, ലക്ഷങ്ങളുള്ളവനെ കോടികളിലേക്ക് കൊതിപ്പിക്കും. ഈ കൊതി തീരൂല, അല്ലെ? ലക്ഷാവുമ്പോ ഓന് പ്രഭുവാണ്, ലക്ഷപ്രഭു എന്നാ പറയുക. കോടിയാകുമ്പോ കോടി ഈശ്വരനാണ്, അപ്പോ ഓനാരായി? ഈശ്വരനായി. ഇങ്ങനെ പ്രഭുവാകാനും ഈശ്വരനാകാനും ഒക്കെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും, മരണം വരെ കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ പിശാചിന്റെ സ്വഭാവമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. വമാ യഇദുഹുമു ശൈത്താനു ഇല്ലാ ഗുറൂറ, ഷൈത്താൻ കടുത്ത വഞ്ചന മാത്രമേ നിങ്ങളോട് കരാറ് ചെയ്യുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. പിന്നെയും ഖുർആൻ പറയുന്നുണ്ട്, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറഅഹു ഹസന, ഷൈത്താൻ ചെയ്യുന്ന ഒരു പണിയാണ് വളരെ മോശം പ്രവർത്തനം ചെയ്യുന്നത്. വളരെ മോശം പണി, എല്ലാവർക്കും അതറിയാം. പക്ഷെ ഇവനക്ക് അത് നല്ല കാര്യമാണ് എന്ന് നിലക്ക് ഭംഗി തോന്നിപ്പിച്ച് ഫറഅഹു ഹസന, ഓനത് നന്നായിട്ട് കാണും. ചില കുട്ടികള് മുടി വെട്ടിയെന്ന് കണ്ടാല് നമ്മക്ക് എല്ലാവർക്കും, നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ആറ് ബോറൻ പരിപാടിയാണ് ഓൻ ചെയ്തത്. പക്ഷെ ഓൻക്ക് ഇത് നല്ല തസീൻ, സുയ്യിന ലഹു സൂഉ അമലിഹി, ഓന്റെ ആ വൃത്തിയട്ട പണി ഓനത് ഭംഗിയാക്കപ്പെട്ട് ഫറഅഹു ഹസന,
ഓനത് നന്നായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം ഇത് വേറെ ബോറൻ സംസ്കാരമാണ്. പക്ഷെ ഓനത് തോന്നുന്നില്ല, ഓനത് ഭംഗിയാക്കി കൊടുത്തിക്കാണ്. അതുപോലെ ഫാൻറ്റിന്റെ മുന്നും പിന്നും ഒക്കെ ആകെ കീറി ഓട്ടായ ആ 2000 റുപ്യ കൊടുത്തിട്ട് ഫാൻറ്റ് വാങ്ങിയിട്ട് വരുന്നതാണ്. ഇത് ഫാഷനാണ്, ഇത് ട്രെൻഡാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് അവസ്ഥ? മോശം പണി അവനക്ക് നല്ലതായിട്ട് തോന്നിപ്പിക്കുകയാണ് പിശാച് ചെയ്യുന്നത്. അങ്ങനെ പിശാചിന്റെ ഒരുപാട് മഹാനായ യഹിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പിശാച് തന്നെ പറഞ്ഞു, ഞാൻ ശക്തമായി ഇടപെടുന്ന ഒരു രംഗമാണ് ദേഷ്യം വരുമ്പോ. നിസാര വിഷയത്തില് വർത്താനായി അപ്പൊ തന്നെ അടിപൊട്ടി. അതാരാ ഇടപെടുന്നത്? അതായത് പിശാച് ഇടപെടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദേഷ്യം വരുന്ന ആള്, നിൽക്കുന്ന ആള് വേഗം ഇരുന്നോളുക, ഇരിക്കുന്ന ആള് വേഗം അവിടുന്ന് മാറിപ്പോയിക്കൊള്ളുക, അല്ലെങ്കിൽ വേഗം ഒതുടുത്തോളുക. കാരണം പിശാചാണ് അതിശക്തമായിട്ട് ഇടപെടുന്നത്. നിസാര വിഷയത്തിൽ ചെറിയൊരു തീപ്പരി ആളിക്കത്തിക്കും പിശാച്. ഒന്ന് അവൻ ഇടപെടുന്ന ഒരു രംഗാണ്, അത് ഓൻ തന്നെ പറഞ്ഞതാ. മറ്റൊന്ന് ആണും പെണ്ണും ഒറ്റക്കാകുന്ന സന്ദർഭം. അവിടെ അവൻ പല ചിന്തകളും ഉണ്ടാക്കിയെടുത്ത് വഴിതെറ്റിക്കും. ഇപ്പൊ ഹാഫിദ് ഓതി ആയത്തില്ലേ, കമസലി ഷൈത്താൻ. ഈ ആയത്ത് എപ്പോഴാ ഇറങ്ങിയത്? കമസലി ഷൈത്താൻ, ഷൈത്താന്റെ രൂപം, ഷൈത്താന്റെ ഉപമ. ഇത് കാലലിൽ ഇൻസാൻ യുക്ഫുർ, മനുഷ്യനോട് പറയും, എടാ നീ നിഷേധിക്ക്, കാഫിറാകു എന്ന്. കാഫിറായപ്പോ പറഞ്ഞു, ഇന്നീ ബരീഉം, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് പഠിച്ചവനെ പേടിയാണ്. എന്താ ആയത്തിറങ്ങിയത്? എന്താ വിഷയം? ബനു ഇസ്രായേലുകളിൽ ഒരു നല്ലൊരു മനുഷ്യൻ, അയാൾക്ക് ഭ്രാന്തന്മാരെ ചികിത്സിക്കലാണ് പണി. ഭ്രാന്തന്മാരെ അയാൾ ചികിത്സിച്ചാൽ നല്ല ഫലം ഉണ്ടാകും. അപ്പൊ അവിടെ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിന് ഭ്രാന്തായപ്പോ ഇയാളെ 100% വിശ്വാസ ജനങ്ങൾക്ക്. ആ പെണ്ണിനെ ഇയാളെടുത്ത് കൊടുന്ന് അസുഖം മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അയാളെ എടുത്താക്കിയിട്ട് ആൾക്കാർ പോയി. പക്ഷെ ഈ പിശാച് ഇടപെടൂലേ? പിശാച് ഇയാള് കുറച്ച് ദിവസമൊക്കെ ചികിത്സ നടത്തി, പിന്നെ ഈ പെണ്ണിൽ ഇയാൾ ആകർഷിച്ചു, ആ പെണ്ണിനെ അയാൾ വ്യഭിചരിച്ചു, ആ പെണ്ണ് ഗർഭിണിയായി. അപ്പൊ പിശാച് വന്നിട്ട് പറഞ്ഞു, ഇന്നൊഴിമ ബിഹ ഇഫ്തലഹത, ഇത് ആൾക്കാരറിഞ്ഞാ നീ ആകെ വഷളാകും. അതുകൊണ്ട് ഫക്തുൽഹ വദ്ഫുൻഹ ഫി ബൈത്തിക, കൊന്നോ, നിന്റെ വീട്ടിൽ മറവ് ചെയ്തോ, അതാണ് ഏറ്റവും നല്ലത്. ആൾക്കാർ വന്നാൽ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ആളുകൾ അന്വേഷിച്ചു വന്നപ്പോ പറഞ്ഞു ഓള് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് നല്ലൊരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് ആളുകൾ അത് വിശ്വസിച്ചു തിരിച്ചുപോയി വീട്ടിലെത്തിയേക്ക് ഇബ്ലീസ് അവിടെ എത്തി. അത് മരിച്ചതൊന്നുമല്ല, ഖബർ എവിടെയെന്ന് പോയി അന്വേഷിക്കും. എന്നിട്ട് ആ ഖബർ ഒന്ന് മാന്തി നോക്കി, സാധ്യതകൾ പലതും ഉണ്ട് എന്ന് പിശാച് തന്നെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിശാച് അങ്ങനെയാണ്, ഇവിടെയും ചെല്ലും അവിടെയും ചെല്ലും എല്ലായിടത്തും ചെല്ലും, പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ അതായപ്പോ അവര് വീണ്ടും വന്ന് എവിടെ ഖബർ എന്ന് ചോദിച്ചു. അപ്പൊ ഖബർ ഇതാ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് ഖബർ കാട്ടിക്കൊടുത്തപ്പോ ഗർഭിണിയായ ആ പെണ്ണിനെ പുറത്തെടുത്തു. വിഷയായി. അയാളെ കൊണ്ടുപോയി മർദ്ദിച്ചു, അറസ്റ്റ് ചെയ്ത് കൊല്ലണമെന്ന് വിധിക്കപ്പെട്ടു. ആ വിധിക്കപ്പെട്ട സമയത്ത് ഇബ്ലീസ് അവിടെയും വന്നിട്ട് പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടുത്തണോ? അതായത് കാലലിൽ ഇൻസാൻ യുക്ഫുർ, നീ നിഷേധിച്ചോ, ഞാൻ എന്നെ രക്ഷപ്പെടുത്താം. ഫലമ്മാ കഫറ, കാഫിറായി ഓനെ തലയാട്ടി സുജൂദിന്റെ രൂപത്തിലായപ്പോ ഓൻ പറഞ്ഞു, ഇന്നീ ബരി, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാൻ ഇന്നിൽ നിന്ന് ഒഴിവാണ്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് പഠിച്ചവനെ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന്. അപ്പൊ ഇബ്ലീസ് ഈ രൂപത്തിലൊക്കെയാണ് ഇടപെടല്. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ജമാഅത്തിന് വേണ്ടി തിരക്കിട്ട് വരുന്ന സമയത്ത് ഇക്കാലം അടിയന്തരമായ ഫോൺ കോൾ വരിക. ആ ഫോൺ കോളിൽ നമ്മൾ ഇടപെട്ട് ജമാഅത്ത് മുടങ്ങി. അല്ലെങ്കിൽ ആ സമയത്ത് അവിചാരിതമായ തിരക്ക് രൂപപ്പെടുന്നു, അതുവരെ ഇല്ലാത്ത തിരക്ക് ആ സമയത്ത് രൂപപ്പെടുന്നു. ഇങ്ങനെ നന്മയുടെ ഏത് പ്രവർത്തനം ഉണ്ടോ വഴി തെറ്റിക്കാനുള്ള എല്ലാ സംവിധാനവും ഒന്നുകിൽ നമ്മളെടുത്ത് വരും, അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്ന വേറൊരാളെടുത്ത് വരും. ഇപ്പൊ അയാളെ വിളിക്കുന്നു പറയും, അങ്ങനെയും ചെയ്യുവേ. നമ്മളെടുത്ത് തന്നെ വന്നോളന്നില്ല, നമ്മക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി, നമ്മളെ തിരക്കാക്കാൻ വേണ്ടി വേറൊരാളെടുത്ത് പോയാലും മതി. ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ പിശാച് ഈ രൂപത്തിലുള്ള വലിയ കെണി വലകളാണ് വിരിക്കുന്നത് നമ്മെ പഴപ്പിക്കാൻ. ഇത് നമ്മൾ ഫത്തഹിദൂഹു അദുവ, അവനെ നിങ്ങൾ ശത്രുവായി കാണണം, അത് മനസ്സിലാക്കണമെന്ന് ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹു പിശാചിന്റെ ഷെറിൽ നിന്ന് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നമ്മുടെ ദർസിനെയും നമ്മുടെ ഹിഫ്ളിനെയും മുത്തഅല്ലിമീങ്ങളെ ഭക്ഷണത്തിലേക്കൊക്കെ സംഭാവന ചെയ്യുന്നവർക്ക് അള്ളാഹു മുന്തിയ ജസാ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ദർസിനെയും ഹിഫ്ളിനെയും ഒക്കെ അള്ളാഹു തആല ഉയർത്തി തരുമാറാകട്ടെ.
വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.